ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഒരിക്കലൊരു ഗ്രഹനാഥൻ മാർക്കറ്റിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് താൻ കണ്ടത്. തൻ്റെ വീടിൻ്റെ ഒരു ഭാഗം തീ കത്തി അതുമെല്ലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. വീടിനെ മുഴുവൻ വിഴുങ്ങത്തക്ക രൂപത്തിൽ മേൽക്കൂരയിൽ തീ താണ്ഡവനൃത്തം നടത്തുകയാണ്. എന്നാൽ അപ്പോഴും തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ അപകടങ്ങളൊന്നും അറിയാതെ വീട്ടിൻ്റെ ഒരു മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രഹനാഥൻ ആകെ പരിഭ്രാന്തനായി. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകും. വീടിന് തീ പിടിച്ചിരിക്കുന്നു, കുഞ്ഞുങ്ങളെ വേഗം വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങി വായെന്ന് ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ കളികളിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾ അത് കേട്ടു എങ്കിലും അതിൻ്റെ അപകടത്തിന്റെ ഗൗരവം മനസ്സിലാക്കുവാൻ പ്രായമാകാത്തതുകൊണ്ട് അവർ വീണ്ടും കളിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഗൃഹനാഥന് ഒരു ബുദ്ധി തോന്നിയത്. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കൂ. മധുരപലഹാരങ്ങളും കളിക്കോപ്പുകളും. വേഗം ഓടിവാ. അത് കേട്ട് കുട്ടികൾ ഒരു നിമിഷം കൊണ്ട് വീടിൻ്റെ വെളിയിലേക്ക് ഓടിയിറങ്ങി വന്നു. അടുത്ത നിമിഷം തന്നെ മേൽക്കൂര കത്തിയമർന്നു നിലംപതിച്ചു. അപകട മുന്നറിയിപ്പുകൾ കുട്ടികൾ ശ്രദ്ധിച്ചതോ അവരെ രക്ഷപ്പെടുത്തിയതോ ഇല്ല. മറിച്ച് നന്മയെക്കുറിച്ചുള്ള വാഗ്ദാനം അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഈ ലോകം തീ പിടിച്ച ഒരു വീട് പോലെയാണ്. സ്വാർത്ഥതയും വെറുപ്പും അസഹിഷ്ണുതയും ഇവിടത്തെ തീയായി ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. ഇവിടെ നന്മയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസങ്ങളും മാത്രമേ മനുഷ്യനെ ഈ ഒരു തീയിൽ നിന്നും രക്ഷപ്പെടുത്തി അവനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധ്യമാകും.